നമുക്ക് വിശുദ്ധ തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി നമുക്ക് യൂദ എഴുതിയ ലേഖനം അതിൻ്റെ 17-ാം വാക്യം വായിക്കും. യൂദ എഴുതിയ ലേഖനം ഒരധ്യായമേ ഉള്ളൂ. അതിൻ്റെ 17-ാം വാക്യം. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. മതി. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇതേ ലേഖനത്തിൽ നിന്നുള്ള ഒരു വചനഭാഗം ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചു. ആ വിഷയം പ്രിയപ്പെട്ടവർ ഓർത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ ലേഖനത്തിൻ്റെ തന്നെ 3-4 വാക്യങ്ങളായിരുന്നു. അവിടെ നമ്മൾ ചിന്തിച്ചത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി എന്ന് യൂദാശ്ലീഹ പറഞ്ഞുകൊണ്ട് തുടർന്ന് താൻ പറയുന്നത് എന്താണ്? നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. ഈ വിഷയത്തെ ആധാരമാക്കിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായത്. അതിന് തുടർന്നുള്ളതായ ഭാഗമാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി എടുക്കുവാൻ ഞാൻ ആഗ്രഹിച്ചത്. നമ്മളിവിടെ വായിച്ച വചനഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. യൂദായുടെ ഈ ലേഖനത്തിൽ വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പ്രബോധിപ്പിച്ചെഴുതേണ്ടത് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് താൻ ധാരാളം കാര്യങ്ങൾ അവിടെ പരാമർശിച്ചുകൊണ്ട് സംസാരിച്ചു വന്നിട്ട് ഭക്തരും വിശ്വാസികളുമായിരിക്കുന്ന ദൈവജനത്തോട് തുടർന്ന് താൻ പറയുന്ന വചനഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടുവാൻ പ്രബോധിപ്പിച്ചെഴുതേണ്ടത് ആവശ്യമെന്ന് തനിക്കുള്ള ബോധ്യം കാരണം ഇങ്ങനെ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ മനുഷ്യരെ കുറിച്ച് സൂചന നൽകിക്കൊണ്ട് അവരെ ഇവിടെ ദൃഷ്ടാന്തമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ഊന്നിക്കൊണ്ട് യൂദാശ്ലീഹ തുടർന്ന് നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. എന്താണത് പറഞ്ഞിരിക്കുന്നത്? അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും.
അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് വളരെ കൃത്യമായി ഇവിടെ പറഞ്ഞു വെക്കുമ്പോൾ, പ്രിയരെ, പലരും ഈ അന്ത്യകാലം എന്ന് പറയുന്നതിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ്. ഈ 20-ാം നൂറ്റാണ്ടോ 21-ാം നൂറ്റാണ്ടോ ഒക്കെയാണെന്ന് പലരും വ്യാഖ്യാനിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ അന്ത്യകാലം എന്ന് പറയുന്നതിന്റെ തുടക്കം കുറിക്കുന്നത് 20-ാം നൂറ്റാണ്ടിലോ 21-ാം നൂറ്റാണ്ടിലോ ഒന്നുമല്ല, 1-ാം നൂറ്റാണ്ടിനെ തന്നെ അന്ത്യകാലമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. അന്ത്യകാലം ഈ 20-ാം നൂറ്റാണ്ടിലോ 15-ാം നൂറ്റാണ്ടിലോ ഒന്നുമല്ല തുടങ്ങിയത്, 21-ാം നൂറ്റാണ്ടിലുമല്ല തുടങ്ങിയത്. പിന്നെ എന്നാണ് തുടങ്ങിയത്? അത് 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്ന സത്യമാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് നാം പോയാൽ നമുക്ക് ഇക്കാര്യം സ്ഥിരീകരിക്കുവാൻ കഴിയും. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ അന്ത്യകാലം എപ്പോഴാണ്? 21-ാം നൂറ്റാണ്ടാണോ 20-ാം നൂറ്റാണ്ടാണോ? അന്ത്യകാലം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവം നമ്മോട് അരുളി ചെയ്തതായ ആ കാലഘട്ടം തന്നെ അന്ത്യകാലമായി വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നാം മറന്നു പോകരുത്. പണ്ട് ക്രിസ്തുവിന് മുൻപ് പ്രവാചകന്മാർ മുഖാന്തരം ദൈവം പിതാക്കന്മാരോട് അരുളി ചെയ്തുവെങ്കിൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു എന്ന് വളരെ കൃത്യതയോടുകൂടി അവിടെ എടുത്തു പറയുന്നത് നാം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞത് ഈ അടുത്ത സമയത്തെങ്ങാനും ഉണ്ടാകുന്ന കാര്യമല്ല. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇക്കാര്യത്തിന് സ്ഥിരീകരണം വന്നിരിക്കുന്നു എന്ന് നാം മറന്നു പോകരുത്. അപ്പോസ്തലന്മാര് ഈ കാര്യങ്ങളെയൊക്കെ ഉറപ്പിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. പൗലോസ്ലീഹ തന്റെ അന്ത്യകാലത്തോട്, തന്റെ പ്രയാണകാലം, തന്റെ ശുശ്രൂഷയുടെ അത് വേല തികച്ചുകൊണ്ട് താൻ കടന്നു പോകുന്നു, തുടർന്ന് തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പലയിടത്തു നിന്നും ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്തത് ഒക്കെ കേട്ട ശേഷം പൗലോസ്ലീഹ പറയുന്ന കാര്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ നാം ചെല്ലുമ്പോൾ അവിടെ അതിന്റെ 22-ാം വാക്യം മുതൽ വായിക്കുന്നത്, ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. എന്താണ് പറയുന്നത്? ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് താന് തുടർന്ന് വരുമ്പോൾ പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. തുടർന്ന് വരുമ്പോൾ താൻ പറയുന്ന കാര്യം അതിന്റെ 29-ാം വാക്യം 27 മുതൽ വായിക്കാം. നമുക്ക് 30 വരെ. ദൈവത്തിന്റെ ആലോചന വാക്യം ഒന്നുകൂടി ഞാൻ റെഫറൻസ് പറഞ്ഞ ശേഷം നമുക്ക് വായിക്കാം.
അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 27 മുതലുള്ള വാക്യഭാഗങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. വായിക്കും. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകുട്ടത്തെ മുഴുവനും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം ഇത് വളരെ ശ്രദ്ധിക്കണം. ഞാൻ പോയ ശേഷം എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹ വളരെ വ്യക്തമായി പറയുകയാണ്, താൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ, പ്രത്യേകം ശ്രദ്ധിച്ചോണം, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ പൗലോസ്ലീഹ ഇത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ വളരെ വ്യക്തമായി ബോധ്യപ്പെടുകയും സംഭവിക്കാനുള്ള ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സൂചന നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് നാം മറന്നു പോകരുത്. അവിടെ പറയുന്നത് ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ. എന്താണ് ഈ ആട്ടിൻകൂട്ടത്തെ ആദരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദൈവസഭയെ, അതിലെ ഓരോ ആടിനെയും ആദരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനൊരു വിലയും കൽപ്പിക്കാതെ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്? ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ. ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം നമ്മള് ഹിന്ദി ബൈബിളിൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ വായിക്കുന്ന എങ്ങനെ അറിയാമോ? ഭാടിനെ വാല ബേഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു കീറുന്ന, ആട്ടിൻകൂട്ടത്തെ കീറിക്കളയുന്ന, യാതൊരു ദയയുമില്ലാതെ അതിനെ വലിച്ചു കീറിക്കളയുന്ന കൊടിയ ചെന്നായ്ക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വായിക്കാം. ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ താങ്കളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ. ഇതൊക്കെ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞ കാര്യങ്ങളാണ്. ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ എപ്പോ എഴുന്നേൽക്കുമെന്നാ പറഞ്ഞത്? ഞാൻ പോയ ശേഷം നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് 1-ാം നൂറ്റാണ്ടിൽ തന്നെ പൗലോസ്ലീഹ പറഞ്ഞു വെച്ചെങ്കിൽ ഇതൊക്കെ ആ കാലഘട്ടത്തിന് ശേഷം സംഭവിച്ചിട്ടുണ്ട്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ ത്യജിച്ചുകൊണ്ട് അതിനു വിപരീതമായ ഉപദേശങ്ങളെ പഠിപ്പിക്കുന്ന കൊടിയ ചെന്നായ്ക്കൾ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്ന വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞ ശേഷം സഭയിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് വിപരീത ഉപദേശങ്ങളെ പ്രസ്താവിക്കുകയും ശിഷ്യന്മാരെ വലിച്ചു കളയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി തിരുവെഴുത്തുകളോടുള്ള ബന്ധത്തിൽ സംഭവ വികാസങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ച വിശ്വാസം, ആ വിശ്വാസത്തിന് വിപരീതമായ ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാരെ കുറിച്ച് വളരെ കൃത്യതയോടുകൂടി സൂചന നൽകിയിട്ടുണ്ട്. അതാണ് നാം ഇന്ന് കാണുന്ന യേശുക്രിസ്തു ഉൾപ്പെടെ 3 പേരാണ് ദൈവമെന്ന് പഠിപ്പിക്കുന്ന വിപരീത ഉപദേശം. എങ്ങനെയാണ് നമ്മൾ അതിനെ ഉറപ്പിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഓൺലി ട്രൂ ഗോഡ് എന്നാണ്. ഒരേ ഒരു സത്യദൈവം ആരാണ്? യേശുക്രിസ്തുവിനെ അയച്ചവനാണെന്നാണ്. യേശുക്രിസ്തുവിനെ അയച്ചതാരാണ്? പിതാവാണ് യേശുക്രിസ്തുവിനെ അയച്ചത്. അപ്പോൾ യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഓൺലി ട്രൂ ഗോഡ്, ഒരേ ഒരു സത്യദൈവം, ഏക സത്യദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിനെ നിഷേധിച്ചുകൊണ്ട് നമ്മൾ യൂദായുടെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഉപദേശം, അഭക്തരായവരുടെ ഉപദേശം, അത് അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാർ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാകുമെന്ന് പറഞ്ഞു വെച്ചെങ്കിൽ അത് ഉണ്ടായി എന്നുള്ളത് വളരെ സുവ്യക്തമായി നാം കാണുന്ന കാര്യമാണ്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ പ്രബോധിപ്പിച്ചെഴുതേണ്ടത് ആവശ്യമാണെന്ന് യൂദാസ്ലിയയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, താൻ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രസക്തിയുണ്ട്. ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ പുരുഷന്മാരെ കുറിച്ച് സൂചന നൽകിയിട്ടുണ്ട് യൂദാസ്ലീഹ. അതുപോലെ തന്നെയാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ എപ്പോ വരുമെന്നാ പറഞ്ഞത്? 15-ാം നൂറ്റാണ്ടിലോ 20-ാം നൂറ്റാണ്ടിലോ 21-ാം നൂറ്റാണ്ടിലോ വരുമെന്നല്ല പറഞ്ഞത്, മറിച്ച് ഞാൻ പോയ ശേഷം. ദൈവത്തിന്റെ ആത്മാവ് വളരെ കൃത്യമായ പ്രേരണ ദൈവത്തിന്റെ ദാസന്മാർക്ക് നൽകി, നമ്മുടെ കർത്താവിന്റെ അപ്പോസ്തലന്മാർക്ക് നൽകി. ആയതിനാൽ അവരിത് കൃത്യമായി ബോധ്യപ്പെടുത്തി ജനങ്ങളെ പഠിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ആകയാൽ പ്രിയരെ, നാം വായിച്ച കുറിവാക്യത്തിലേക്ക് വീണ്ടും നമുക്ക് മടങ്ങി വരാം. ആകയാൽ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ നടക്കുമെന്ന് സൂചന നൽകിക്കൊണ്ട് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങളോ പ്രിയരെ, ഇങ്ങനെയുള്ളവരുണ്ടാകുമെന്ന് ഞങ്ങൾ സൂചന നൽകിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. ഓരോ ഉപദേശങ്ങളുമായി നിങ്ങളെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്ന ഉപദേശങ്ങളുമായി വരുമ്പോൾ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികള് ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവരെ കുറിച്ച് എന്താണ് വിശേഷം പറഞ്ഞിരിക്കുന്നത്? അവർ ഭിന്നതയുണ്ടാക്കുന്നവരാണ്. ആട്ടിൻകൂട്ടത്തെ ആദരിക്കുന്ന പരിപാടി അവർക്കില്ല. അവർ ഭിന്നതയുണ്ടാക്കും. നമ്മൾ കാണുന്നതാണ്, ദിവസവും ഒന്നോടൊന്ന് തല്ലിപ്പിരിഞ്ഞ് ഒരിടത്തുനിന്ന് വിശ്വാസികളെ വലിച്ചുകൊണ്ടുപോയി വേറെ സംഘടനകളും സഭകളും ഉണ്ടാക്കി, കുടുംബ വ്യവസായം ഉണ്ടാക്കി, കുടിൽ തൊഴിലുകൾ നടത്തുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്, ചുറ്റുപാടുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഭിന്നതയുണ്ടാക്കുന്നവർ. പിന്നെ അവർ പ്രാകൃതന്മാരാണ്, അവർ ആത്മാവില്ലാത്തവരാണ്. മനസ്സിലായോ? ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നവരല്ല അവരെന്ന്. അവർ പ്രാകൃതന്മാരാണ്, അവർ ഭിന്നതയുണ്ടാക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. ഇതേതാണ്? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. അല്ലാതെ ഓരോരുത്തരും വരുന്നവനും പോകുന്നവനും തനിക്ക് തോന്നിയ ഉപദേശങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെ ഇത് ഞങ്ങൾക്കുണ്ടായ വെളിപ്പാടാണ്, ഓരോരുത്തർക്കും ഓരോ വെളിപ്പാടാണ് എന്നൊക്കെയുള്ള ഊടായ്പ തന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വാണിഭമാക്കുവാൻ വരുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസമുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭ്യമായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ പറഞ്ഞു തന്ന ഉപദേശമാണ്. അതിൽ നിന്ന് നിങ്ങളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുവാൻ വരുന്നവരെ നിങ്ങൾ മനസ്സിലാക്കണം. അവർ ഭിന്നതയുണ്ടാക്കുന്നവരാണ്, അവർ പ്രാകൃതന്മാരാണ്, അവർ ആത്മാവില്ലാത്തവരാണ്.
അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. പിന്നെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കും. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി നാം ചുവടുകളെ ഉറപ്പിച്ച് നമ്മെ തന്നെ സ്ഥിരതയുള്ളവരാക്കി, ഉറപ്പുള്ളവരാക്കി, ധൈര്യമുള്ളവരാക്കി ഉറപ്പിക്കുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ സ്ഥിരതയുള്ളവരാകുക. നമ്മുടെ ചുവടുകൾ ഉറച്ചെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത് താഴെ പറയുന്നത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മിക വർധന വരുത്തണം. പിന്നെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമാണ് തുടർന്ന് പറയുന്നത്. എന്നാണ് പറയുന്നത്? സംശയിക്കുന്നവരായ ചിലരോട് നിങ്ങൾ കരുണ ചെയ്യണം. ബലഹീന വിശ്വാസികൾ ഉണ്ടാകും. മനസ്സിലായോ? ബലഹീന വിശ്വാസികൾ ഉണ്ടാകും. അവർക്ക് സംശയങ്ങൾ ഉണ്ടാകും. അവരിൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നവരും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ സംശയിക്കുന്നവരായവരോട് കരുണ ചെയ്യണം. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. തീയിൽ നിന്ന് വലിച്ചെടുത്ത് മറ്റൊരുത്തിനെ രക്ഷിക്കാൻ നാം പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചുവട് ഉറപ്പിക്കണം. ഞാൻ നേരെ നിന്നിട്ട് എനിക്ക് മറ്റൊരാളെ നേരെ പിടിച്ചു നിർത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം ദൈവജനം മനസ്സിലാക്കണം. അപ്പോൾ വിശ്വാസത്തിന്റെ സ്ഥിരത, വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ചുവടുകളുടെ സ്ഥിരത, ആ ഉറപ്പിക്കൽ വളരെ ആവശ്യമാണ്. അങ്ങനെ ചെയ്ത ശേഷമാണ് മറ്റൊരുത്തരെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയേണ്ടത്. അതുകൊണ്ട് നമ്മളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുന്നവരായിട്ട് പിന്നെന്ത് ചെയ്യണം? സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യണം. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്തു രക്ഷിക്കണം. ഇനി അടുത്തത്, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും വകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പീൻ. ഒരു പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ സഹായം, നമ്മളുടെ കൈത്താങ്ങൽ ആവശ്യമുള്ളവര് ഒരു പക്ഷെ നമുക്ക് അവരോട് അടുക്കുവാൻ പോലും നമുക്ക് മാനുഷികമായ നിലയിൽ തോന്നാത്ത ഒരവസ്ഥയിലുള്ളവരായിരിക്കാം. പക്ഷേ നമ്മൾ അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് നാം അവരെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി നാം സന്നദ്ധരായി മാറേണ്ടത് വളരെ ആവശ്യമാണ്. തുടർന്ന് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതോട് ശ്രദ്ധേയമാണ്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. അതാരാണത്? നമ്മെ ഓരോരുത്തരെയും വീഴാതെ വണ്ണം സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ, ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളവൻ ആയ ഒരുവനെ കുറിച്ച് ഇവിടെ സൂചന നൽകുകയാണ്. അതാരാണെന്ന് തുടർന്ന് പറയുകയാണ്. എന്താണ് പറയുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിനു തന്നെ. അപ്പൊ ഇതാരാണ് വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുന്നത്, ആനന്ദത്തോടെ നിർത്തുന്നത് ആരാണ്? നമ്മുടെ രക്ഷിതാവായ ഏകദൈവമാണ് അതിന് കഴിവുള്ളവൻ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിനു തന്നെ സർവലോകത്തിന് മുൻപേ ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും
ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന്, ആ ദൈവം നമ്മെ വീഴാതെ വണ്ണം കളങ്കമില്ലാത്തവരായി സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളവനാണ്. ആ ഒരു ഭാഗ്യ പദവിയിലേക്ക് നമ്മെ എത്തിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് ഈ ഒരു ഭാഗ്യ പദവിയിലേക്ക് എത്തുവാനുള്ള വഴി തുറന്നു കിട്ടത്. ആകയാൽ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ നിങ്ങൾ ഓർത്തുകൊള്ളണം. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. ഇവരെ കുറിച്ചുള്ള പല വിധത്തിലുള്ള വിശേഷങ്ങൾ ഈ അധ്യായത്തിൽ തന്നെ കിടക്കുകയാണ്. അതിന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുന്നവരാണ്, കൂലി കൊതിച്ച ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചവരാണ്. മത്സരം എന്നുള്ള വിഷയത്തിലേക്ക് വരുമ്പോൾ കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോയവരാണ് എന്നൊക്കെയുള്ള വിശേഷങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതേ കാര്യങ്ങൾ തന്നെ പത്രോസ്ലീഹയും പറഞ്ഞിട്ടുണ്ട്. പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് തൽക്കാലം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഇവിടെ നിൽക്കുകയാണ്. അടുത്ത ദിവസം ദൈവം അനുവദിച്ചാൽ തുടർന്ന് ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെ കുറിച്ച് തുടർന്ന് പറയുന്ന വിശേഷങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. അവര് 12-ാം വാക്യം, യൂദായുടെ ലേഖനം അതിന്റെ 12-ാം വാക്യം, ഇവര് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകളാണ്. ആരാണിത്? നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകളാണെന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്നൊരു കല്ല് കടിച്ചാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും? അതുവരെ നമ്മൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ആ ഭക്ഷണത്തിന്റെ സകല സന്തോഷവും നഷ്ടപ്പെടും. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെ കുറിച്ച് പറയുകയാണ്, നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകളാണ്. നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ കാണുമ്പോ വിചാരിക്കും ഇപ്പം മഴ പെയ്യുമെന്ന്. വെറുതെ മോഹിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യാതെ വണ്ണം വെറും മോഹങ്ങൾ മാത്രം നിങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ട് കടന്നു പോകുന്ന, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത വെറും മേഘങ്ങളാണിവർ. ഒരു പ്രയോജനവും നിങ്ങൾക്ക് ഇവരെ കൊണ്ടുണ്ടാകുവാൻ പോകുന്നില്ല. ഒരുത്തന്റെയും മോടി കണ്ടിട്ട് നിങ്ങൾ ആകർഷിതരാകരുത്. ഇപ്പൊ വല്ലതും കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷ വെക്കരുത്. തുടർന്ന് വായിക്കുന്നത്, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങളാണിത്. ഒരു ഗുണവും ഇതിൽ നിന്നുണ്ടാകാൻ പോകുന്നില്ല. തുടർന്ന് നമ്മൾ വായിക്കുന്നത്, തങ്ങളുടെ നാണക്കേട് നിറച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകൾ സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെയാണ് ഇവരൊക്കെ. ആകയാൽ പ്രിയരെ, നാം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ഒരിക്കൽ കൂടി നമ്മൾ വായിച്ച വചനഭാഗത്തെ പ്രസക്തമായ ഭാഗങ്ങളിലേക്ക് നമ്മുടെ ഫോക്കസ് ചെയ്യണം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായും കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. നമ്മുടെ ചുവടുകളെ വിശുദ്ധ തിരുവെഴുത്തുകളോട് ചേർത്ത് ബന്ധിക്കാം. നമ്മുടെ ചുവടുകൾ വിശുദ്ധ വിശ്വാസത്തിന് ആധാരമായ
സ്ഥിരതയുള്ള ചുവടുകളാകട്ടെ. നാം ഉറപ്പുള്ളതായ പാറമേൽ നിൽക്കുന്നവരാകട്ടെ. വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ടാണ് വിശ്വാസം പരമേൽപ്പിച്ചിരിക്കുന്നത്. അതല്ലാതെ ഓരോരുത്തരും തങ്ങൾക്ക് തോന്നിയതുപോലെയുള്ള ഉപദേശങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ പിന്നാലെ പോകരുത്. നിത്യജീവനായിട്ട്, രക്ഷയ്ക്കായിട്ട് നാം ഒരുക്കമുള്ളവരായി മാറേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ചുവടുകൾ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിൽ ഉറച്ചിരിക്കട്ടെ. നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായവരുടെ മാർഗത്തിൽ നിങ്ങൾ പോകരുത്. അവർ നിങ്ങളെ വാണിഭമാക്കുന്നവരാണ്. പത്രോസ്ലീഹ ഇങ്ങനെയുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത ദിവസം ദൈവം അനുവദിച്ചാൽ ഈ ഭാഗം തുടർന്ന് ചിന്തിക്കുന്നതായിരിക്കും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. അത് അന്ത്യകാലത്ത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ തൊട്ട് അക്കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. പത്രോസ്ലീഹയുടെ ലേഖനം വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. ആ കാലത്ത് തന്നെ അങ്ങനെയുള്ളവരുണ്ടായിട്ടുണ്ട് എന്നതാണ് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആകയാൽ പ്രിയരെ, നാം ഏകാഗ്രതയുള്ളവരായി, വിശ്വാസത്തിന്റെ സ്ഥിരതയുള്ളവരായി, ദൈവകൃപയ്ക്കായി നമ്മെ തന്നെ ഏൽപ്പിക്കുന്നവരായി, സമർപ്പണമുള്ളവരായി, നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി ഒരുക്കമുള്ളവരായി നമ്മുടെ ചുവടുകളെ വിശുദ്ധ തിരുവെഴുത്തുകളിൻ പ്രകാരം ദൃഢമാക്കാം. നമുക്ക് ധൈര്യത്തോടെ മുന്നേറാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ നമുക്ക് അടയ്ക്കാം. കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ മുന്നോട്ട് പോകാം. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ.